പാവയ്ക്ക അടിപൊളിയാണല്ലേ. പാവയ്ക്ക എന്ന് കേൾക്കുമ്പോഴേ മുഖം ചുളിയണ്ട. പാവയ്ക്കയ്ക്ക് കയ്പുണ്ട്, പക്ഷേ അതിലേറെ ഗുണവുമുണ്ടെന്ന് അറിയാലോ. പാവയ്ക്ക തീയലും മെഴുക്കുവരട്ടിയും ഒക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, പാവയ്ക്ക ജ്യൂസും പോട്ടെ. ഇപ്പോൾ പാവയ്ക്ക ചായയാണ് താരം. ആരോഗ്യ ഗുണങ്ങൾ ഏറെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഐറ്റം ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഒന്ന് പരീക്ഷിച്ചാൽ പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിലുണ്ടാവും ഈ ചായ. ആണെന്നേ, പാവയ്ക്ക കൊണ്ടും ചായ ഉണ്ടാക്കാം. ഹോഹിയ ചായ എന്നും അറിയപ്പെടുന്ന പാവയ്ക്ക ചായയ്ക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങളാണുള്ളത്. എന്നാൽ ചായ ഉണ്ടാക്കാനുള്ള രീതി ഒന്ന് നോക്കിയാലോ. ഉണങ്ങിയതോ വാട്ടിയതോ ആയ പാവയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കിയതും വെള്ളം, തേൻ ഇവ മൂന്നും മാത്രം മതി. പാവയ്ക്കയ്ക്ക് പകരം വേണമെങ്കിൽ പാവയ്ക്കയുടെ ഇലയായാലും മതി. തിളപ്പിച്ച വെള്ളത്തിലേക്ക് തേയില ഇടുന്നതിന് പകരം പാവയ്ക്ക അല്ലെങ്കിൽ ഇല ഇടുക. ഇടത്തരം ചൂടിൽ 10 മിനിറ്റ് തിളപ്പിച്ച ശേഷം തീയിൽ നിന്ന് മാറ്റിവെക്കുക. ശേഷം തേൻ ചേർത്ത് കുടിക്കുക. പ്രമേഹ രോഗികൾക്ക് പാവയ്ക്കയുടെ ഉപയോഗം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഈ പാനീയം രക്തത്തിലെ അളവ് നിയന്ത്രിക്കുക മാത്രമല്ല, പ്രമേഹം ക്രമീകരിക്കാനും സഹായിക്കും. കൊളസ്ട്രോളിന്റെ കാര്യത്തിലും പാവയ്ക്ക ബെസ്റ്റാണ്. ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും പാവയ്ക്ക ചായ ഗുണം ചെയ്യും. പാവയ്ക്ക ചായ കരളിലെ വിഷാംശം ഇല്ലാതാക്കാനും കുടലുകളെ ശുദ്ധീകരിക്കാനും സഹായിക്കും. ദഹന പ്രശ്നത്തിനും പരിഹാരമാണ്. വൈറ്റമിൻ സി ഉള്ളതിനാൽ രോഗപ്രതിരോധ ശേഷിയും വർദ്ധിക്കും. ഇനി വിറ്റാമിൻ എ കാഴ്ചശക്തി മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ എങ്ങനെ? ഇനി ചായ പാവയ്ക്ക കൊണ്ട് തന്നെ.